നന്നായി. ഇതുപോലൊരു മണ്ടത്തരം ഇനി ലോകത്തൊരുത്തനും പറ്റാനില്ല. പലിശക്കാരന്റെ കയ്യിൽ നിന്ന് തല ഊരി പോലീസുകാരന്റെ കക്ഷത്തിൽ കൊണ്ടുപോയി വച്ചു. ഇനി അതിൽ നിന്ന് ഊരി എടുക്കാൻ നീ കുറെ വെള്ളം കുടിക്കും. നീ എന്തായി പറയുന്നത്? അവൾ ആ ബുദ്ധി അപ്പ പ്രയോഗിച്ചുകൊണ്ട് തലയൂരാൻ പറ്റി. ഇല്ലെങ്കിൽ ആത്മഹത്യാശ്രമത്തിനും വഞ്ചനാ കുറ്റത്തിനും ഞാൻ അകത്തായനെ. ഇപ്പൊ പുറത്തായി എന്നാണോ വിചാരം? ഇല്ല അർജുന, ഇനി ആ കുരുങ്ങാൻ പോകുന്നത്. അവൾ ആരാണെന്നറിയാമോ? എന്തിനാണ് ആ ബുദ്ധി പ്രയോഗിച്ചെന്നറിയാമോ? അവൾക്ക് രക്ഷപ്പെടാൻ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അവളുടെ എല്ലാ രഹസ്യങ്ങളും അല്ലെങ്കിൽ പുറത്താവും. എന്ത് രഹസ്യം? ഒരു പരിചയമില്ലാത്ത പെണ്ണ് കുറെ സ്വർണവുമായി മുറിയിൽ കയറി ഒളിച്ചിരിക്കുക. എന്നിട്ട് പോലീസ് പിടിച്ചപ്പോ വിദഗ്ധമായി കള്ളക്കഥ ഉണ്ടാക്കുക. ഒടുവിൽ അതൊരു വിവാഹം വരെ കൊണ്ടെത്തിച്ചിട്ട് ഒരു കൂസലും ഇല്ലാതെ പൊടിയും തട്ടി പോവുക. എന്റെ നോട്ടത്തിൽ അവൾ ഏതോ അധോലോക സംഘത്തിലെ കണ്ണിയാണ്. അല്ലെ പിന്നെ SI കൊണ്ട് വിട്ടിട്ട് പോയപ്പോ അവൾ മുങ്ങിയെന്തിനാണ്? അവളെ കുറിച്ചുള്ള ഒരു വിവരവും ആരും അറിയാൻ പാടില്ല. അതാണ് ട്രെയിനിങ്. ഇതിലും ഭേദം ഭാർഗവൻ പിള്ളയുടെ ഗുണ്ടകളുമായിട്ട് ഇടിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു ഒത്തുതീർപ്പായിരുന്നു. നാളെ അവൾ ഉൾപ്പെട്ട ഏതെങ്കിലും ഒരു കേസ് പുറത്തായാൽ പോലീസ് ആദ്യം പൊക്കുന്ന ആരെ? നിന്നെ. അയ്യോ, പിന്നെ അവളെ പിടികിട്ടുന്നത് വരെ അർജുനൻ നായർ ഇരുമ്പഴിക്കുള്ളിൽ. കേസ്, കോടതി, വക്കീല്, ജാമ്യം. ഓ, ജീവിതം കട്ടപ്പുക. ബാല, നീയും കൂടെ വാ. ഇപ്പൊ തന്നെ പോയി SIയോട് ഉള്ള കാര്യം തുറന്നു പറയാം. ഇത് അതിലും ബെസ്റ്റ്. നാളെ കിട്ടാനുള്ള ഇടി ഇന്നേ വാങ്ങിച്ചു കൂട്ടണോ? ഇടിയും തന്നെ അപ്പ പിടിച്ച് ആത്താക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. ഒന്നും ചെയ്യാനില്ല. അവള് മുങ്ങിയതുപോലെ മുങ്ങണം. കാശി പോണ ആര് ഇന്നലെ പറഞ്ഞില്ലേ? അതായാലോ? ബാല, തമാശകളാ. എനിക്കൊരു ബുദ്ധി തോന്നുന്നു. നിനക്കോ? പറ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവാഹ രജിസ്റ്ററിൽ അവൾ അഡ്രസ് എഴുതിയിട്ടുണ്ട്. അതൊന്ന് തപ്പിയെടുത്താൽ അവളെ കുറിച്ചുള്ള തുമ്പ് കിട്ടും. പക്ഷെ ഞാൻ പോയി എന്റെ ഭാര്യയുടെ വിലാസം എങ്ങനെ ചോദിക്കും? അത് ശരിയാണല്ലോ. അതുകൊണ്ട് ബാല, പ്ലീസ്. ഏയ്, വേണ്ട, ഇരിക്കട്ടെ. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. ഇവിടെയും കക്കൂലി വാങ്ങിക്കൂല്ലേ? നിക്ക്. എന്താ ഇത്? ഇതൊക്കെയാണ് എന്റെ ഒരു സന്തോഷം. പോലെ ഇന്ന് കാലത്ത് എന്റെ ഒരു കൂട്ടുകാരന്റെ വിവാഹം നടന്നു. അഡ്രസ് രജിസ്റ്റർ എഴുതിയിൽ പിശ കൊണ്ടോന്നൊരു സംശയം. അല്ല, ഭാവിയിൽ ഇനി ഇതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവരുതല്ലോ. ചെറുക്കന്റെ പെണ്ണിന്റെ വിലാസം ശരിക്കും അതിൽ നോക്കി ഒന്ന് പറഞ്ഞ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ ചെറുക്കന്റെ വിവരം അറിയണം, അതല്ലേ ഉദ്ദേശം? അതൊന്നും അല്ല ചേട്ടാ. ചേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ചില്ലറ വേണേ ഇനിയും തരാം. നടക്കില്ല. എന്നാ പിന്നെ എന്റെ കാശി കൊടുത്താ. ഏതാ കാശ്? ഞാൻ ഇപ്പൊ തന്ന കാശ്. ആര് തന്നു? എപ്പ തന്നു? സമയം എനക്കെടുത്താ പോടോ. അയ്യേ, അർജുനൻ നായർ ഗോപിക. കിട്ടിയടാ അർജുന, കിട്ടി. ഈ ബാലഗോപാലൻ വിചാരിച്ചാൽ ഇതല്ല ഇതിന്റെ അപ്പുറത്ത് കിട്ടും. എങ്കടാവും മുതലാളി അർജുന. ഗോപിക, പുളിയിലക്കര വീട്, പെരുമുടിയൂർ, പട്ടാമ്പി. അതെ, സ്ഥലമൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ഇവിടുന്ന് 12 കിലോമീറ്റർ, ഒരു കുഗ്രാമം. അവളെന്തിനാ ഇവിടെ വന്നത്? ആർക്കറിയാം. ഏതായാലും നമ്മൾ ഊഹിച്ച പോലെ കുഴപ്പക്കാരിയാൻ വഴിയില്ല. കാഴ്ചക്കൊരു സുന്ദരി തന്നെയാണല്ലോ. കയ്യിലാണ് ഇഷ്ടം പോലെ സ്വർണവും. അപ്പൊ പണക്കാരിയാണ്. അമ്പാടി വീട്ടിൽ അർജുനൻ നായരുടെ സമയം തെളിഞ്ഞെന്ന് കരുതിക്കോ. ഇത്രയും പണവും സൗന്ദര്യമൊക്കെ ഉള്ള ഒരു പെണ്ണിനെ ഭാര്യയായി കിട്ടിയ പിന്നെ രക്ഷപ്പെട്ടില്ലേ? ഭാർഗവൻ പിള്ളയുടെ എല്ലാ കടവും തീർത്ത് ഒരു രാജാവായി വാഴ. ഒരൊറ്റ കീറ് വെച്ചെന്നുണ്ടല്ലോ. ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് കിട്ടിയ പോരെ നിനക്ക്? എങ്ങനെയെങ്കിലും ഇതിനകത്ത് ഊരാൻ നോക്കുമ്പം ഇപ്പൊ തന്നെ അവളെ വിളിച്ചിറക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സത്യം പറയിപ്പിക്കണം. ചേച്ചേ, അയ്യേ, കുട്ടൻ നായരെന്ന് പറയരുത്. പൊതുജനക്ഷേമത്തിന്റെ പേരും പറഞ്ഞ് നാട്ടുകാരുടെ ഓട്ടം പിടിച്ചു വാങ്ങി പൊതുജനങ്ങളെ വീർപ്പ് മുട്ടിക്കുന്ന അഴിമതി ഭരണം കാഴ്ചവെച്ച ഒരു സർക്കാരിനെ വേരോടെ പിഴുതെറിഞ്ഞ് അധികാരത്തിൽ കയറിയ ഗവൺമെന്റാണ് ഞങ്ങളുടേത്. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ വഴിക്ക് വാ. ചായയുടെ കാശ് അതൊക്കെ പറ്റിലെഴുതിക്കൊന്നു. പറ്റെഴുതി അവസാനം പറ്റിക്കാം. അതെ, അല്ല എവിടുന്നാ? ഇവിടുന്നല്ല, സ്വല്പ ദൂരെ. എന്താ കാര്യം? ഒരു വിവരം അറിയണ്ടായിരുന്നു. ഈ പുളിയിലക്കര വീട്. പുളിയലക്കര വീട്? നമ്മുടെ പുളിയലക്കര വീട്. ആ പുളിയലക്കര വീട്ടില് അല്ല, വീട് എവിടെയാണെന്ന്. ഇവിടെ തൊട്ടടുത്തല്ലേ. ഇവിടുന്ന് 2ാമത്തെ വളവ് തിരിഞ്ഞ 3ാമത്തെ വീട്. എന്താ സംഗതി? സംഗതി രഹസ്യമാണ്. നിക്കുന്നത് അവിടുത്തെ പെൺകുട്ടിയുടെ ഭർത്താവാ. ഭർത്താവ്? എടാ കുട്ടനാരെ, കുട്ടൻ നേരത്തൊന്നും പറയണ്ട. അതിനാ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അവിടെ ഇപ്പൊ വിവാഹം നടന്നോണ്ടിരിക്കുക. ഞാനിപ്പോ അവിടെ നിന്നല്ലേ പറഞ്ഞേ. ചെറുക്കൻ വീട്ടുകാര് പോയിട്ടില്ല. ഇത് ചതിയാണ്, കൊടും ചതി. ഇന്നലെ കാലത്ത് മതിലകം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇവരുടെ വിവാഹം രഹസ്യമായി കഴിഞ്ഞതാണ്.
പക്ഷെ വിവാഹം കഴിഞ്ഞ ഉടനെ പെണ്ണ് മുങ്ങിക്കളഞ്ഞു. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിനൊന്ന് ഒരിക്കൽ പറഞ്ഞാ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? എന്താ കാര്യം? ഈ നാട്ടിന് എന്നെ ചീത്തപ്പേരായി കുട്ടനാരെ. അമ്പടി കള്ളി. എന്താ കുട്ടനാരെ? ഇതങ്ങനെ വിട്ടാ പറ്റില്ല കുട്ടനാരെ. വാ നമുക്ക് ചോദിക്കാം. വാ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്താ പേര്? അർജുനൻ. അർജുനെങ്കിൽ അർജുനൻ, ഭീമനെങ്കിൽ ഭീമൻ. ഞങ്ങളുണ്ട് കൂടെ. വാ നടക്കേ. അങ്ങനെ വിട്ടാ പറ്റില്ല. ഡയലോഗിൽ നാട്ടുകാരെ മുഴുവൻ ഞാൻ കയ്യിലെടുത്തില്ലേ? ബാക്കി അവന്മാര് നോക്കില്ല. നീ ധൈര്യമായിട്ട് വാ. പേടിക്കാതെ. ഇത് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. കൊള്ളാം. വീട്ടില് ഞാൻ എന്താ കാര്യം? അത് കണ്ടിട്ട് കാര്യം. എന്താ? അല്ല, വിവാഹം ഉറപ്പിച്ചോന്നറിയാനാ. ഉറപ്പിച്ചു. എന്നാൽ നീ ഉറപ്പിച്ചിട്ട് കാര്യമില്ല. പെണ്ണിനൊരു കല്യാണം കഴിഞ്ഞതാ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നഗ്നമായ സത്യം. ഇതാ ചെക്കൻ. നമസ്കാരം. ഇനി ഇത് കൂടാതെ വേറെ വല്ലവരെയും കൂടെ കെട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ പോവാ ഞങ്ങള്. വാ എല്ലാരും വാ. വണ്ടി തെറ്റിവിടും. എന്താ മടങ്ങിയത്? ഇളമക്കര വീട്ടുകാരെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയത്? പോങ്ങന്മാരാണെന്നോ? നാട്ടിൽ വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല ഇങ്ങോട്ട് എഴുന്നള്ളിയത്. ധർമ്മക്കെട്ട് കെട്ടേണ്ട ഗതികേടൊന്നും എന്റെ ഏട്ടന് വന്നിട്ടില്ല. നിങ്ങൾ എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. പെണ്ണിനെ വിളിച്ച് ചോദിക്ക്, അവള് പറഞ്ഞുതരും. കാര്യം പറയേ. എടോ, ഒരു രണ്ടാം കെട്ട് കാര്യം അങ്ങനെ രമേശിന് വേണ്ടെന്ന്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. നാട്ടിൽ മുഴുവൻ പാട്ടാ. വരുന്നുണ്ട് നാട്ടുകാര്. മറുപടി അവരോട് പറഞ്ഞാ മതി. എന്താ ഉണ്ടായത്? രണ്ടുപേരോടെ നിൽക്കണം. എടോ വാര്യരെ, മുമ്പൊരിക്കൽ കുറെ കാരണവന്മാര് ഈ മുറ്റത്ത് വന്ന് നിങ്ങളോട് ചോദിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? പെണ്ണ് കെട്ടാത്ത ഗോവിന്ദ വാര്യർക്ക് ഈ പെണ്ണുമായിട്ട് എന്താ ബന്ധമെന്ന്. അന്ന് നിങ്ങൾ കുറെ കള്ളക്കഥ പറഞ്ഞ് അവരെ മടക്കി അയച്ചു. ഇന്നിപ്പോ കാലം മാറി വാര്യരെ. തോന്നിവാസം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? മനസ്സിലാകണ ഭാഷയിൽ പറയൂ. മനസ്സിലാക്കി തരാം. കാലമുടച്ച ഒരു മിണ്ടാപ്പൂച്ച ആദരിപ്പില്ലേ? വിളിച്ചിറക്കെ അവള് പറയും. വേണ്ട, ഞാൻ തന്നെ പറയാം. എടോ വാര്യരെ, ഈ നിൽക്കുന്ന ചെക്കൻ തന്റെ പെണ്ണിനെ കല്യാണം കഴിച്ചതാ. എന്നിട്ടിപ്പം വീട്ടുകാരെ പോലും പറ്റിച്ച അവള് രണ്ടാം കല്യാണത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. വേറെ അനാവശ്യം പറയരുത്. ഇവിടത്തെ പെണ്ണോ? പറയണോ? എപ്പോഴാ എവിടെ വെച്ചാൽ അവളെ കെട്ടിയത്? പിന്നെ അഭ്യാസം ഒന്നും കാണിക്കണ്ട. പോയി പെണ്ണിനെ വിളിച്ചോണ്ടോ. വിളി 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 വിളി. അല്ല പിന്നെ ഇതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. തക്ക സമയത്ത് ഞാൻ വന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ ഇത് വല്ലതും പുറത്തറിയായിരുന്നോ? ഏതായാലും ആനിയന്റെ സമയം കൊള്ളാം. ഒറ്റയ്ക്ക് വീടിന് പുറത്തു പോയി ഉറങ്ങാത്ത ഇവളെ പറ്റിയാണോ നിങ്ങൾ പറഞ്ഞത്? എന്താ നാ ഉറങ്ങിപ്പോയോ? പറയണോ? പറയാൻ. അതെ, ചെറുതായിട്ടൊന്ന് ആള് മാറിപ്പോയി. ഓ ഓടിക്കോ. അർജുന, വെറുതെ എന്നോട് ചാടി കളിക്കണ്ട. ഞാൻ അപ്പഴേ പറഞ്ഞ വേണ്ട വേണ്ട. ഓന്തിനെ പോലെ നിറം മാറുന്നോടാ കഴുതേ. നീയല്ലേ പറഞ്ഞ അവള് കുഴപ്പക്കാരിയല്ല, പടക്കാരിയാണ്, രാജാവായി വാഴാന്നൊക്കെ. അത് ഞാൻ രണ്ടാമത് പറഞ്ഞല്ലേ? ആദ്യം ഞാൻ എന്താ പറഞ്ഞത്? പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണം നമ്മൾ കാരണം മുടങ്ങി. അവിടെ പോയി വീട് തിരക്കാനില്ലാതെ കല്യാണം കഴിഞ്ഞ കഥയൊക്കെ നിന്നോട് പറയാൻ ആരാ പറഞ്ഞത്? അത് ഞാൻ നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. എന്നിട്ട് ഇപ്പൊ സപ്പോർട്ട് കിട്ടിയില്ലേ? ഇനി മഷിയിട്ട് നോക്കിയാ കിട്ടും അവളെ. ഇപ്പം മിണ്ടാതിരുന്ന സംഗതി കുഴയും. ഞാനെല്ലാം പോലീസിനോട് തുറന്നു പറയാൻ പോവാ. അർജുന വേണ്ട, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് മതി. ഒന്നും ആലോചിക്കാനില്ല, കൈവിടാം. അർജുന സാറിനൊരു ടെലിഗ്രാം ഉണ്ട്. എനിക്കോ? ഇവിടെ ഒന്ന് ഒപ്പിട്ടേക്കും. മദർ സീരിയസ്, റീച്ച് ഇമ്മീഡിയറ്റ്ലി. എന്ത് പറ്റി അമ്മയ്ക്ക്? ഞാൻ പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അമ്മയ്ക്ക് എന്താ അസുഖം? പറയൂ അമ്മാവാ, എന്റെ അമ്മയ്ക്ക് എന്താ അസുഖം? അമ്മയ്ക്ക് ഒരു അസുഖവും ഇല്ല. അവര് തെങ്ങൻ തടി പോലെ വീട്ടിൽ നിൽപ്പുണ്ട്. പിന്നെ മദർ സീരിയസ് എന്ന് പറഞ്ഞ് ടെലിഗ്രാം അടിച്ചോ? മദർ സീരിയസോ? മാറ്റർ സീരിയസ്.
നിനക്ക് ഇംഗ്ലീഷ് പറഞ്ഞൂടെ? എടാ ബാല. എടാ ബാലാന്നോ? അയ്യോ അമ്മാവനല്ല. കേറ്. നിക്ക് കേറാൻ വരട്ടെ. എന്താണ് സീരിയസ് മാറ്റർ എന്ന് നീ ചോദിച്ചോ? എന്താണ് സീരിയസ് മാറ്റർ ചോദിച്ചിരിക്കുന്നത്? അമ്പാടി ബലരാമൻ നായരുടെ വിവാഹം ഉറപ്പിച്ചു. നേരം വരുന്ന 15-ാം തീയതി 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ പെണ്ണിന്റെ വീട്ടിൽ വെച്ച് താലികെട്ട്. എന്നാൽ ഇനി എല്ലാം എനിക്ക് വിട്ടതാ. ഓ, അമ്മാവനെ അമ്മാവിയെയും മണിയറയിലേക്ക് കടത്തി വിട്ടല്ലാതെ ഈ അമ്പാടിയിൽ അർജുനൻ നായർക്ക് വിശ്രമമില്ല. ആട്ടെ, പെണ്ണെവിടുന്ന? ഓ, അത് പറഞ്ഞില്ലല്ലോ. നാട് മുഴുവൻ പെണ്ണു നോക്കി നടന്ന് ഒടുവിൽ കൺമുമ്പിൽ തന്നെ കിട്ടി. പ്രസിദ്ധമായ പുത്തോലത്ത് തറവാട്ടിലെ ഏക പെൺതരി, സുന്ദരി സുശീല സുസ്മിത. ജിങ്കിൾ 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 ജയ്.